നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ട്രംപിനെതിരെ വധഭീഷണി മുഴക്കി ഇറാൻ. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിലൂടെയാണ് US പ്രസിഡന്റിന് നേരെ വധഭീഷണി മുഴങ്ങിയത്. പെൻസിൽവേനിയയിൽ നടത്തിയ റാലിക്കിടെ ട്രംപിനെതിരെയുണ്ടായ വധശ്രമത്തിന്റെ ചിത്രത്തിനൊപ്പമായിരുന്നു ഇത്തവണ ഉന്നം പിഴക്കില്ലെന്ന് ഭീഷണി മുഴക്കിയത്. ഇറാൻ അമേരിക്ക ബന്ധത്തിൽ വീണ്ടും ആഘാതമേൽപ്പിച്ച് ട്രംപിനെതിരായി ഇറാന്റെ കൊലവിളി. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിലൂടെയാണ് US പ്രസിഡന്റിന് നേരെ വധഭീഷണി മുഴങ്ങിയത്. 2024 ജൂലൈയിൽ പെൻസിൽവേനിയയിൽ നടത്തിയ റാലിക്കിടെ ട്രംപിനെതിരായുണ്ടായ വധശ്രമത്തിന്റെ ചിത്രത്തിനൊപ്പമായിരുന്നു ഇത്തവണ ഉന്നം പിഴക്കില്ലെന്ന് ഭീഷണി മുഴക്കിയതെന്ന് AFPയും ന്യൂയോർക്ക് പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ട്രംപിനെതിരായ വധഭീഷണിയെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. ബട്ട്ലർ റാലിയിലുണ്ടായ വെടിവെപ്പിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത്. ട്രംപിന്റെ ചെവിയിൽ വെടിയുണ്ട തട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ അന്ന് പുറത്തുവന്നിരുന്നു. ഇറാനെ US ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെയാണ് പരസ്യമായി ഇറാന്റെ ഭീഷണി. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തി നുഴഞ്ഞുകയറാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ മുഴക്കുന്നതിനിടെ മധ്യപൂർവ്വദേശത്തു നിന്നും അമേരിക്ക തങ്ങളുടെ സൈനികരെ പിൻവലിച്ചിരുന്നു. US ഏതെങ്കിലും തലത്തിൽ ഇറാനിൽ ഇടപെട്ടാൽ തക്ക തിരിച്ചടി നൽകുമെന്നും US സൈന്യത്തിന് ഇറാനിലെത്താൻ വഴിയൊരുക്കുന്നവരും ആക്രമിക്കപ്പെടുമെന്നും ഇറാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇത് ഖത്തറിനും UAEക്കുമുള്ള മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളമായ അൽ ഉദൈദ് ഇറാൻ ആക്രമിച്ചിരുന്നു. ഗ്രീൻലാൻഡിലേക്ക് സൈനികരെ അയച്ച് NATO അംഗത്വമുള്ള രാജ്യങ്ങൾ. ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്കിടെ അവിടേക്ക് സൈനികരെ അയച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. US ഉൾപ്പെട്ട സൈനിക സഖ്യമായ NATOയിലെ അംഗങ്ങളായ ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, നോർവേ എന്നീ രാജ്യങ്ങളുടെ സൈനികർ വ്യാഴാഴ്ചയാണ് ഗ്രീൻലാൻഡിൽ എത്തിയത്. US ഉൾപ്പെട്ട സൈനിക സഖ്യമായ നാറ്റോയിലെ അംഗങ്ങളായ ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, നോർവേ എന്നീ രാജ്യങ്ങളുടെ സൈനികർ വ്യാഴാഴ്ചയാണ് ഗ്രീൻലാൻഡിലെത്തിയത്. ദ്വീപിന്റെ കാര്യത്തിൽ USുമായി ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡിന്റെയും പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സൈന്യം എത്തിയത്. ചർച്ചയിൽ അടിസ്ഥാനപരമായ ഭിന്നതകൾക്ക് പരിഹാരമായില്ലെന്നാണ് റിപ്പോർട്ട്. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശവും ലോകത്തെ ഏറ്റവും വലിയ ദ്വീപുമായ ഗ്രീൻലാൻഡ് വേണമെന്ന് US ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷണത്തിനായി തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലാൻഡ് തലസ്ഥാനമായ നൂക്കിൽ വിന്യസിക്കുന്നതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡ് ഫലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രീൻലാൻഡിന്റെയും ഡെൻമാർക്കിന്റെയും വിദേശകാര്യമന്ത്രിമാർ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയത്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അടിസ്ഥാനപരമായ വിയോജിപ്പുകളൊന്നും കൂടിക്കാഴ്ചയിൽ പരിഹരിക്കാനായില്ലെന്നും ദ്വീപ് പിടിക്കുവാനുള്ള ട്രംപിന്റെ താൽപര്യം വ്യക്തമായെന്നും ചർച്ചയ്ക്ക് ശേഷം ഡാനിഷ് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്ക് റിസ്മുസൻ പറഞ്ഞു. സൈനിക നടപടിയിലൂടെയല്ലാതെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് വില കൊടുത്തു വാങ്ങുവാനുള്ള സാധ്യതയും US ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം വരും ദിവസങ്ങളിൽ ദ്വീപിൽ NATO കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും അവരുടെ കൂടുതൽ കപ്പലുകളും സേനാ വിമാനങ്ങളും എത്തുമെന്നും ഗ്രീൻലാൻഡ് ഉപപ്രധാനമന്ത്രി മ്യൂട്ട് എഗഡ് പറഞ്ഞു. ആർട്ടിക്കിലെ സുരക്ഷ ശക്തമാക്കാൻ ഒരു പ്രവർത്തക സംഘം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും USന്റെ മോഹം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്ന് നടത്തുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പറഞ്ഞു. ഡെൻമാർക്കിന്റെ ക്ഷണപ്രകാരമാണ് നൂക്കിലേക്ക് സേനയെ അയക്കുന്നതെന്നും ചൈനയും റഷ്യയും ആർട്ടിക് മേഖലയിൽ ഉയർത്തുന്ന ഭീഷണി നേരിടാനാണെന്നും ജർമ്മനി പറഞ്ഞു. ആദ്യ ബാച്ച് ഫ്രഞ്ച് സൈന്യം നൂക്കിലേക്ക് പുറപ്പെട്ടെന്നും ബാക്കിയുള്ളവർ ഉടനെ എത്തുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വ്യക്തമാക്കി. യൂറോപ്യൻ ദൌത്യത്തിന്റെ ഭാഗമായി ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അയക്കുമെന്ന് നെതർലൻഡ് അറിയിച്ചു. അതേസമയം ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും ഭീഷണിയാകുന്ന വ്യാജ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രീൻലാൻഡിലെ NATO സൈനിക വിന്യാസം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് റഷ്യ പ്രതികരിച്ചു. കാനഡയിലെ സ്കാർബ്രോ സെയിന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിൽ മോഷണം. സക്രാരിയുടെ താക്കോലും വിശുദ്ധ തോമസ് ലീഹായുടെ തിരുശേഷിപ്പും മോഷ്ടിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാനഡയിലെ സ്കാബ്രോ സെന്റ് തോമസ് സീറോ മലബാർ ഫൊറോന കത്തോലിക്ക പള്ളിയിൽ മോഷണം. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ തോമസ് ലീഹായുടെ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പാണ് മോഷണം പോയതായി കണ്ടെത്തിയത്. കൂടാതെ പള്ളിയുടെ പല പൂട്ടുകൾ തകർത്തതായും കണ്ടെത്തി. സക്രാരിയുടെ താക്കോലും മോഷ്ടിക്കപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് പരാതി ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കത്തോലിക്ക വിശ്വാസപ്രകാരം പ്രാധാന്യമുള്ളതും പരിപൂജ്യവുമായ വിശുദ്ധ വസ്തുക്കളാണ് മോഷണം പോയതെന്ന് സഭാവൃത്തങ്ങൾ അറിയിച്ചു. പാരിഷ് ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്നതായും റെക്കോർഡുകൾ നശിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്തിയതായും ദൈവാലയ അധികൃതർ വ്യക്തമാക്കി. തിരുശേഷിപ്പുകളുടെയും സക്രാരിയുടെ താക്കോലിന്റെയും മോഷണം അതീവ ഗൗരവമുള്ളതെന്ന് ദേവാലയ അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. മാസങ്ങൾക്കു മുൻപ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതിഷ്ഠിച്ച തിരുശേഷിപ്പാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രസ്തുത ദൈവാലയം അടുത്തിടെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിരുന്നു.
സ്കാർബ്രോയിലെ വിശുദ്ധ തിരുശേഷിപ്പിന്റെ മോഷണം ക്രൈസ്തവ സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിത ഗൂഢാലോചനയെന്ന് മിസിസാഗോ രൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസ്. കത്തോലിക്ക സഭയെയും അതിന്റെ പൈതൃകത്തെയും തകർക്കാനുള്ള നിഗൂഢ ശക്തികളുടെ നീക്കങ്ങളെ മിസിസാഗോ സീറോ മലബാർ രൂപത ശക്തമായും അപലപിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന വിദ്വേഷ പ്രചാരണങ്ങളുടെയും അക്രമങ്ങളുടെയും തുടർച്ചയായി സ്കാർബറോയിലെ സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ഫൊറോന തീർത്ഥാടന ദേവാലയത്തിലെ അതിക്രമം ക്രൈസ്തവ വിശ്വാസത്തെയും അടയാളങ്ങളെയും വേരോടെ പിഴുതെറിയുവാനുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കവർച്ചയെന്ന് മിസിസാഗ രൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസ് അറിയിച്ചു. 2026 ജനുവരി 14 പുലർച്ചെ നടന്ന ആ ആസൂത്രിത ആക്രമണം കേവലം ഒരു മോഷണമല്ല, മറിച്ച് വിശ്വാസി സമൂഹത്തിന് നേരെ അഴിച്ചുവിട്ട പരസ്യമായ കുറ്റകൃത്യമായി രൂപത വിലയിരുത്തുന്നു. സ്കാർബറോ ഫൊറോന ദേവാലയം തീർത്ഥാടന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ഒരു മാസത്തിനുള്ളിൽ നടന്ന ഈ ആക്രമണം അതീവ ഗൗരവകരമാണ്. മോഷണം നടന്ന പള്ളിയിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ ഉണ്ടായിട്ടും അക്രമികൾ തിരഞ്ഞുപിടിച്ച് വിശുദ്ധ തോമാസ്ലിഹായുടെ തിരുശേഷിപ്പും സക്രാരിയുടെ താക്കോലും അപഹരിച്ചത് ഇത് സാമ്പത്തിക ലാഭത്തിനായുള്ള ഒരു സാധാരണ മോഷണമല്ല എന്നതിന്റെ തെളിവാണെന്നും ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായി വിശ്വാസികൾ എത്തുന്നതും കത്തോലിക്ക വിശ്വാസം സജീവമാകുന്നതും ഭയപ്പെടുന്ന ശക്തികൾ ഇതിന് പിറകിലുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും രൂപത ചൂണ്ടിക്കാട്ടി. കാനഡയിൽ സമീപകാലത്തായി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ കേവലം ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ക്രൈസ്തവ സാന്നിധ്യത്തെ സമൂഹത്തിൽ നിന്ന് അദൃശ്യമാക്കാനുള്ള ബോധപൂർവകമായ ശ്രമമാണെന്നും രൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസ് വ്യക്തമാക്കി. ക്രൈസ്തവ സഭയുടെ ആത്മീയ വേരുകളെ അറുത്തുമാറ്റാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികളുടെ കറുത്ത കരങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമാണെന്നും ലോകമെമ്പാടും പടരുന്ന ക്രൈസ്തവ വിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായി വിശ്വാസികളെ മാനസികമായി തളർത്താനും പൈതൃകങ്ങളെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു ആസൂത്രിത യുദ്ധമാണിതെന്നും രൂപത ചൂണ്ടിക്കാട്ടി. കത്തോലിക്ക സഭയെയും അതിന്റെ പൈതൃകത്തെയും തകർക്കാനുള്ള നിഗൂഢ ശക്തികളുടെ നീക്കങ്ങളെ മിസിസാഗ സീറോ മലബാർ രൂപത ശക്തമായി അപലപിച്ചു. ഈ വിഷമഘട്ടത്തിൽ സ്കാർബറോ സെന്റ് തോമസ് ഇടവകയിലെ വിശ്വാസികളോടൊപ്പം രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കുറ്റവാളികളെയും അവരുടെ ഗൂഢലക്ഷ്യങ്ങളെയും വെളിച്ചത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന് പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്യുന്നുവെന്നും സീറോ മലബാർ മിസിസാഗ രൂപത അറിയിച്ചു. സഭയിലെ ആളുകളുടെ എണ്ണത്തേക്കാൾ ഗൗരവമുള്ള പ്രശ്നം ക്രിസ്തുവിന്റെ ശരീരത്തിലെ ജീവിക്കുന്ന അവയവങ്ങളാണെന്ന അവബോധം സഭാംഗങ്ങളിൽ നഷ്ടപ്പെടുന്നതാണെന്ന് ലിയോ 14 പാപ്പ. ഇറ്റാലിയൻ മാസികയായ പിയാസോ സാൻ പിയാട്രോയുടെ ജനുവരി പതിപ്പിലെ കുറിപ്പിലായിരുന്നു പാപ്പായുടെ ശ്രദ്ധേയമായ വാക്കുകൾ. ഇറ്റാലിയൻ മാസികയായ പിയാസ സാൻ പിയട്രോയുടെ ജനുവരി പതിപ്പിൽ തന്റെ ഇടവകയിലെ കുടുംബങ്ങളെ ഉൾപ്പെടുത്താൻ പാടുപെടുന്ന ഒരു സ്വിസ് മതബോധന വിദഗ്ധനെ മതബോധനത്തിനായി നീക്കിവച്ചിരിക്കുന്ന മണിക്കൂറുകൾ ഒരിക്കലും പാഴാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ 14 പാപ്പ പ്രോത്സാഹിപ്പിക്കുന്നു. പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം പുരാതന ക്രിസ്തീയ പാരമ്പര്യമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല. വളരെ കുറച്ച് പങ്കാളികൾ മാത്രമേ ഉള്ളുവെങ്കിൽ പോലും മതബോധനത്തിനായി നീക്കിവച്ചിരിക്കുന്ന മണിക്കൂറുകൾ ഒരിക്കലും പാഴാകില്ലെന്ന് പാപ്പ പങ്കുവച്ചു. പ്രശ്നം സംഖ്യകളല്ല, മറിച്ച് സഭയുടെ ഭാഗമായി തോന്നുന്നതിലെ അവബോധനത്തിൻ്റെ വർദ്ധിച്ചുവരുന്ന പ്രകടമായ ഭാവമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിക്കുന്ന അവയവങ്ങളാണെന്ന അവബോധം സഭാംഗങ്ങളിൽ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമുക്ക് എപ്പോഴും പരിവർത്തനം ആവശ്യമാണ്. നമ്മൾ ഒരുമിച്ച് അത് അന്വേഷിക്കണം എന്നും പാപ്പ എഴുതി. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയമാണെന്നും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണെന്ന് വിശ്വാസികളെ അനുസ്മരിപ്പിച്ചു പാപ്പ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അമേരിക്കയിലെ യുവജന മതവിശ്വാസത്തിൽ ചരിത്രപരമായ മാറ്റമെന്ന് കോർപ്പറേറ്റീവ് ഇലക്ഷൻ സ്റ്റഡിയുടെ പഠനങ്ങൾ. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെക്കാൾ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ്. പുതുതലമുറയായി ജൻസി വിഭാഗത്തിൽ നടത്തിയ പഠനത്തിലാണ് കത്തോലിക്ക സഭയ്ക്ക് ആത്മവിശ്വാസം തരുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലാദ്യമായി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെക്കാൾ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ്. കോർപ്പറേറ്റീവ് ഇലക്റ്റീവ് സ്റ്റഡിയുടെ കണക്കുകൾ പ്രകാരം ജൻസി വിഭാഗത്തിൽപ്പെടുന്നവരാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തെക്കാൾ കൂടുതൽ കത്തോലിക്ക വിശ്വാസത്തിലുള്ളത്. കണക്കുകൾ പ്രകാരം ജൻസി തലമുറയിലെ 21% പേർ കത്തോലിക്കരാണെന്നും 19% പേർ പ്രൊട്ടസ്റ്റന്റ് സഭാ വിശ്വാസത്തിലുള്ളവരാണെന്നും വ്യക്തമാക്കുന്നു. വളരെ കാലമായി പ്രൊട്ടസ്റ്റന്റ് സഭ ഭൂരിപക്ഷമായി നിൽക്കുന്ന അമേരിക്കയുടെ മതപരമായ ഭൂപ്രകൃതിയിൽ ഈ കണക്കുകൾ ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ്. യുഎസിലെ ഏറ്റവും
വലിയ ക്രിസ്ത്യൻ വിഭാഗമായി പ്രൊട്ടസ്റ്റന്റ് സഭ തുടരുമ്പോൾ യുവാക്കൾക്കിടയിൽ കത്തോലിക്ക വിശ്വാസം പ്രൊട്ടസ്റ്റന്റ് സഭയെ മറികടക്കുന്ന ആദ്യ തലമുറയാണ്. വ്യാപകമായ മതേതരവൽക്കരണത്തിനിടയിൽ വികസിക്കുന്ന തലമുറ ഒരു പുതിയ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ തുടർച്ചയായ ക്ഷയത്താലും കൂടുതൽ സ്ഥിരതയുള്ള കത്തോലിക്ക വിശ്വാസത്താലുമാണ് ഇത്തരത്തിൽ വലിയ മാറ്റം അമേരിക്കയിൽ അരങ്ങേറുന്നതെന്ന് ഗവേഷകർ ഊന്നിപ്പറയുന്നു. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലുകൾ ആത്മീയപരമായ പ്രാധാന്യം വഹിക്കുന്നു. സഭയുടെ കൂദാശാ ജീവിതം, സമൂഹത്തിലുള്ള ഊന്നൽ എന്നിവ അർത്ഥവും സ്വത്വവും തേടുന്ന യുവതലമുറകളുമായി ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ യുവാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന കത്തോലിക്ക വിശ്വാസം കത്തോലിക്ക സഭയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ട്യൂറിനിലെ ക്രിസ്തുവിന്റെ തിരുക്കച്ചയുടെ ഡിജിറ്റൽ രൂപം ഇനി ഓൺലൈനിൽ ലഭ്യമാകും. ജാനുവരി 9 വത്തിക്കാനിലെ അപ്പോസ്തോലിക് കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ ലിയോ 14 പാപ്പ ഈ പുതിയ സംവിധാനം ആദ്യമായി വീക്ഷിച്ചു. യേശുവിന്റെ തിരുശരീരം പൊതിഞ്ഞ തിരുക്കച്ചയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ടൂറിനിലെ തിരുക്കച്ച ഡിജിറ്റൽ രൂപത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഇനി ലഭ്യമാകും. ജനുവരി 9 വത്തിക്കാനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലിയോ 14 മാർപ്പാപ്പ പുതിയ സംവിധാനം ആദ്യമായി വീക്ഷിച്ചു. ടൂറിൻ ആർച്ച് ബിഷപ്പും തിരുക്കച്ചയുടെ സൂക്ഷിപ്പുകാരനുമായ കർദിനാൾ റോബർട്ടോ റെപ്പോളാണ് ഈ പദ്ധതി മാർപ്പാപ്പയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. avvolti.org, sindon.org എന്നീ വെബ്സൈറ്റുകൾ വഴി തിരുക്കച്ചയുടെ വിശദാംശങ്ങൾ ഓൺലൈനിലൂടെ കാണുവാൻ സാധിക്കും. തിരുക്കച്ചയുടെ അതിസൂക്ഷ്മ വിശദാംശങ്ങൾ പോലും ഹൈ റെസല്യൂഷനിൽ ഈ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമാകും. യേശുവിന്റെ മുഖം, മുറിവുകൾ, ക്രൂശീകരണത്തിന്റെ അടയാളങ്ങൾ എന്നിവ ഈ സൈറ്റിലൂടെ വിശദമായി സൂം ചെയ്ത് കാണാവുന്നതാണ്. തിരുക്കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന ഓരോ ഭാഗവും വിശദീകരിക്കുന്ന കുറിപ്പുകളും ബന്ധപ്പെട്ട ബൈബിൾ വചനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുക്കച്ചയെക്കുറിച്ച് മുൻപരിചയമില്ലാത്തവർ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഡിജിറ്റൽ പതിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2025 ജൂബിലി വർഷത്തിൽ ടൂറിനിൽ സ്ഥാപിച്ച അവോൾട്ടി എന്ന പേരിലുള്ള താൽക്കാലിക പ്രദർശനത്തിന്റെ തുടർച്ചയായാണ് ഈ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീന കോവൽസ്കായുടെ പേര് ഒരു ചിഹ്നഗ്രഹത്തിന് നൽകി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. കത്തോലിക്ക വിശ്വാസങ്ങൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം നൽകുന്ന പ്രവൃത്തിയായി IAUവിന്റെ നടപടി. വിശ്വാസവും ജ്യോതിശാസ്ത്രവും സംഗമിച്ചപ്പോൾ ദൈവകരുണയുടെ അപ്പോസ്തോലയ്ക്ക് ഇനി സ്വന്തം പേരിൽ ഒരു ചിഹ്നഗ്രഹം. ദൈവകരുണയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ പ്രശസ്തയായ പോളിഷ് കന്യാസ്ത്രീയും മിസ്റ്റിക്കുമായ വിശുദ്ധ ഫൗസ്റ്റീന കോവൽസ്കിയുടെ സ്വന്തം പേര് വഹിക്കുന്ന ഒരു ചിഹ്നഗ്രഹം ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ 2026 ജനുവരിയിലെ ഒരു ബുള്ളറ്റിൻ പ്രകാരം വിശുദ്ധ ഫൗസ്റ്റീന കോവൽസ്കിയുടെ ബഹുമാനാർത്ഥം ഒരു ചിഹ്നഗ്രഹത്തിന് ഫൗസ്റ്റീന എന്ന് പേരിട്ടു. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ പരിക്രമണം ചെയ്യുന്ന ചെറിയ ഗ്രഹത്തിനാണ് ഫൗസ്റ്റീന എന്ന് നാമകരണം ചെയ്തത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ആത്മീയ പൈതൃകം ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. ചെറിയ ഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് IAU ഈ പദവി പ്രഖ്യാപിച്ചത്. പരിക്രമണ ശാസ്ത്രവും വിശുദ്ധയ്ക്ക് ആഗോളതലത്തിലുള്ള അംഗീകാരവും ഈ പ്രക്രിയയിൽ സംയോജിപ്പിക്കുന്നു. യൂണിയനിൽ നിന്നുള്ള ഡോക്യുമെന്റേഷൻ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ആഗോളതലത്തിലുള്ള ആത്മീയ സ്വാധീനത്തെ അംഗീകരിക്കുന്നുവെന്നാണ്. 1905 മുതൽ 1938 വരെ ജീവിച്ചിരുന്ന പോളിഷ് കന്യാസ്ത്രീയായ വിശുദ്ധ ഫൗസ്റ്റീനയെ 2000 വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. ഈസ്റ്ററിന്റെ 2ാം ഞായറാഴ്ച ആചരിക്കുന്ന ദിവ്യകാരുണ്യ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവ്യകാരുണ്യ ഭക്തിയുടെ പിന്നിലെ ദർശകയായാണ് വിശുദ്ധ അറിയപ്പെടുന്നത്. 2020 വത്തിക്കാൻ വിശുദ്ധിയുടെ തിരുനാൾ ദിനം റോമൻ പൊതുകലണ്ടറിൽ ചേർത്തു. ഈ തീരുമാനം 2025 ചിഹ്നഗ്രഹ അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. IAU മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായ പരിക്രമണ ഡാറ്റ സ്ഥിരീകരിച്ചതിനു ശേഷമാണ് ഗവേഷകർ പേരുകൾ നിർദ്ദേശിക്കുന്നത്. കൂടാതെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യത്തിനായി വർക്കിംഗ് ഗ്രൂപ്പ് അവയെ അവലോകനം ചെയ്യുന്നു. ഗൗഡിയം പ്രസ് പറയുന്നതനുസരിച്ച് വിശ്വാസം, ചരിത്രം, ആധുനിക ജ്യോതിശാസ്ത്രം എന്നിവയെ ബന്ധിപ്പിക്കുന്ന വിശാലമായ ഒരു പാറ്റേണിന്റെ ഭാഗമാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ നാമം ചിഹ്നഗ്രഹങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തൽ. മറ്റ് നിരവധി ക്രൈസ്തവ വ്യക്തികളെയും IAU ഇത്തരത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥ വിപണിയിൽ റെക്കോർഡ്. 2025 മാത്രം അമേരിക്കയിലും UK-യിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിൽപ്പന ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. പുതുതായി പുറത്തിറക്കിയ വ്യവസായ കണക്കുകൾ പ്രകാരം UK-യിൽ 2019 2025 ഇടയിൽ വിശുദ്ധ ഗ്രന്ഥ വിൽപ്പന ഇരട്ടിയിലധികമായതായി വ്യവസായ കണക്കുകൾ. 2025 UK-യിലും അമേരിക്കയിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിൽപ്പന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആഗോളതലത്തിൽ രാജ്യങ്ങൾ അനിശ്ചിതത്വത്തിനിടയിൽ നിൽക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസം വർദ്ധിച്ചുവരുന്ന തരത്തിലാണ് പുതുതായി പുറത്തിറക്കിയ വ്യാവസായിക കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. UK-യിൽ 2019 2025 ഇടയിൽ ബൈബിൾ വിൽപ്പന ഇരട്ടിയിലധികമായി വർദ്ധിച്ചതായി സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ് നടത്തിയ ഗവേഷണം പറയുന്നു. 2019 2.69 മില്യണായിരുന്ന വിൽപ്പന കഴിഞ്ഞ വർഷം
6.3 മില്യനായി ഉയർന്നു. 2024 മുതൽ 2025 വരെ വാർഷിക വളർച്ച 27.7% ക്രോസ്വേ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് പതിപ്പാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ബൈബിൾ വിവർത്തനമെന്ന് SPCK CEO സാം റിച്ചാർഡ്സൺ പറഞ്ഞു. ഈ സുസ്ഥിര വളർച്ചയെ ക്വൈറ്റ് റിവൈവൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2025 യൂഗോ വോട്ടെടുപ്പിൽ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള ബ്രിട്ടീഷുകാരിൽ 49% പേർ സമ്പൂർണ്ണ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയിലും വിശുദ്ധ ഗ്രന്ഥ വിൽപ്പനയുടെ തോത് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. സർക്കാന ബുക്ക് സ്കാനിൽ നിന്നുള്ള കണക്കനുസരിച്ച് 2025 19 ദശലക്ഷം ബൈബിളുകൾ വിറ്റഴിക്കപ്പെട്ടു. ഇത് 21 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കും 2024 12% വർധനവുമാണ്. 2019 മുതൽ വിൽപ്പന ഇരട്ടിയിലധികമായി. ആഗോള സംഘർഷം, ദ്രുതഗതിയിലുള്ള സാങ്കേതിക മാറ്റം, സാമൂഹിക അസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ പ്രവണതയുടെ പ്രേരക ശക്തികളായി വ്യവസായ വിശകലന വിദഗ്ധരും പ്രസാധകരും ചൂണ്ടിക്കാണിക്കുന്നത്. 2024 ബൈബിൾ വിൽപ്പന മൊത്തത്തിലുള്ള പ്രിന്റ് പുസ്തക വിപണിയേക്കാൾ വളരെ കൂടുതലാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യാശയ്ക്കായുള്ള വർദ്ധിച്ചുവരുന്ന അന്വേഷണത്തെയാണ് ഈ കുതിപ്പ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പബ്ലിഷേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെഫ് ക്രോസ്ബി പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും പ്രസാധകർ വിദ്യാർത്ഥികളിലും യുവാക്കളിലും പ്രത്യേകിച്ച് ബൈബിൾ വായനയിൽ ശക്തമായ താൽപര്യം റിപ്പോർട്ട് ചെയ്യുന്നു. വിശ്വാസവും ആത്മീയതയും പര്യവേക്ഷണം ചെയ്യുന്നതിനാൽ പലരും ഡിജിറ്റൽ പതിപ്പുകളേക്കാൾ അച്ചടിച്ച ബൈബിളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടിക പുറത്ത്. നിരീക്ഷക സംഘടനയായ ഓപ്പൺ ഡോർസ് ആണ് ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചുള്ള വാർഷിക വേൾഡ് വാച്ച് ലിസ്റ്റ് പുറത്തിറക്കിയത്. ക്രൈസ്തവർക്ക് ഏറ്റവും അപകടകരമായ സ്ഥലമെന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഉത്തര കൊറിയ വീണ്ടും പട്ടികയിൽ ഒന്നാമത് തന്നെയാണ്. വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് ഓപ്പൺ ഡോർസ് വാച്ച് ലിസ്റ്റ് ക്രൈസ്തവരെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കാനായി മാത്രം പുതിയ നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതായും റിപ്പോർട്ട്. ക്രൈസ്തവ പീഡനങ്ങൾ ഏറ്റവും അധികം നിലനിൽക്കുന്ന ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയാണ് ഓപ്പൺ ഡോർസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിപുലമായ പ്രാദേശിക ഗവേഷണം, വിദഗ്ധ വിശകലനം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിലീജിയസ് ഫ്രീഡത്തിന്റെ സ്വതന്ത്ര പഠനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പൺ ഡോർസ് പട്ടിക തയ്യാറാക്കിയത്. ദൈവാലയങ്ങൾ തകർക്കുക, ക്രൈസ്തവ നേതാക്കളെ തടവിലാക്കുക, രാജ്യത്തുനിന്ന് ക്രൈസ്തവരെ കുടിയിറക്കുക തുടങ്ങി ക്രൈസ്തവരെ ഒരു തരത്തിലും രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അക്രമങ്ങൾ ഈ രാജ്യങ്ങൾ അഴിച്ചുവിടുന്നു. ഇത്തരത്തിൽ ക്രൈസ്തവർ അതിക്രമങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾ അതിന്റെ രൂക്ഷതയുടെ ക്രമത്തിൽ ഉത്തര കൊറിയ, സോമാലിയ, യമൻ, സുഡാൻ, എറിത്രിയ, സിറിയ, നൈജീരിയ, പാകിസ്ഥാൻ, ലിബിയ, ഇറാൻ എന്നിങ്ങനെയാണ്. ഇവയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യങ്ങൾ തുടങ്ങി ക്രൈസ്തവരായി കാണാൻ പാടില്ലാത്ത, വിശുദ്ധ ഗ്രന്ഥം പോലും കയ്യിൽ സൂക്ഷിക്കാൻ കഴിയാത്ത രാജ്യങ്ങൾ വരെയുണ്ട്. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലമെന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഉത്തര കൊറിയ വീണ്ടും പട്ടികയിൽ ഒന്നാമത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ വധിക്കപ്പെടുന്ന രാജ്യം നൈജീരിയയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ക്രൈസ്തവർ ഈ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു, തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ക്രൈസ്തവനായിരിക്കുക എന്നത് രാജ്യദ്രോഹ കുറ്റമായി പോലും കാണുന്ന രാജ്യങ്ങൾ ഇവയിലുണ്ട്. ലോകത്തെമ്പാടുമായി 388 മില്യൺ ക്രൈസ്തവരാണ് പീഡനങ്ങളും ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളും നേരിടുന്നത്. ഇത്തരത്തിലെല്ലാം ക്രൈസ്തവർ ലോകമെമ്പാടും പീഡനം അനുഭവിക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസം വളരുകയാണ്. ഷിക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.